ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതികളെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ്, 4ാം പ്രതി സ്കൂൾ ജീവനക്കാരൻ അബ്ദുൽ നാസർ എന്നിവരെയാണ് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. രണ്ടുപേരെയും ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകും. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, ഇതിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലായി? തെളിവെടുപ്പിന് എപ്പോൾ കൊണ്ടുപോകും? GK കേസിലെ 1ാം പ്രതിയായിട്ടുള്ള MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനെയും 4ാം പ്രതിയായിട്ടുള്ള അബ്ദുൽ നാസറിനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ കോടതി വിധി കൽപ്പിച്ചിരിക്കുന്നു. ആ രണ്ടുപേരെയും അന്വേഷണ സംഘം ആവശ്യപ്പെട്ട പ്രകാരം 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ് ഏറെ നാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. അത് താമരശ്ശേരിയിലെ ഒരു ബന്ധു വീട്ടിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും മുഹമ്മദ് ഷുഹൈബിൻ്റെ തെളിവെടുപ്പ് നടത്തുക. ഒപ്പം തന്നെ 4ാം പ്രതിയായിട്ടുള്ള ഈ പിയോണായിട്ടുള്ള അബ്ദുൽ നാസർ, അദ്ദേഹം ഈ പ്രതി മലപ്പുറം മേൽമുറിയിലെ മഹദിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിയൂണാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോർത്തിയത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ചോദ്യപേപ്പറിൻ്റെ കവറുകൾ തുറക്കുകയും അതിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ഫഹദിനെ അയച്ചു കൊടുക്കുകയുമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതിയെ മലപ്പുറം മഹദിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചുകൊണ്ടും തെളിവെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 2 പ്രതികളെയും തെളിവെടുപ്പിനായി കൊണ്ടുപോകുക. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ 2 പേരും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഈ 2 പേരെയും അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യപ്രകാരം 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വിശദമായ തെളിവെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകും. GK. സമീർ സി മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.